നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ റാമോ, ജിപിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഉടനെ ചെയ്തോളുക. വെച്ചോണ്ടിരിക്കരുത്. ബിക്കോസ് ഇത് ഓൾറെഡി റാമിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഞാൻ 2023 ഞാൻ എൻ്റെ പിസി വാങ്ങിക്കുന്ന സമയത്ത് 6000, 7000 അങ്ങനെ എന്തോ അത്ര എന്തോ ഉള്ളായിരുന്നു റാമിൻ്റെയൊക്കെ പ്രൈസ്. ഇപ്പോൾ ഞാനത് 32 ജിബിയിലേക്ക് 32 ആക്കാൻ നോക്കുമ്പോഴത്തേന് 25,000 തൊട്ട് 30,000, 40,000 രൂപ ഇന്ത്യൻ മണി അത്രയൊക്കെ ഏകദേശം റാമിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. ഇതിപ്പോൾ ആമസോൺ യുകെയിലാണ് ഞാൻ ഈ പ്രൈസ് ഇപ്പോൾ കാണിക്കുന്നത്. 3600 മെഗാഹെർട്സിൻ്റെ 32 ജിബിക്ക് 25,000 രൂപ, 30,000 രൂപ ഒക്കെയാണ് വരുന്നത്. ഇനിയിപ്പോൾ കിങ്സ്റ്റണിൻ്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കിങ്സ്റ്റൺ ഫ്യൂറിയുടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൂടും. ഇനി അതുപോലെ ഇന്ത്യൻ ആമസോൺ എടുത്തു കഴിഞ്ഞാലും ഇതിപ്പോൾ 3200 മെഗാഹെർട്സിൻ്റെയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് 8 ജിബിയേ ഉള്ളൂ. അപ്പോൾ 32 ജിബിയുടെ ഒക്കെ 3200 മെഗാഹെർട്സിന് തന്നെ 25,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ 3600ൻ്റെ CL16 ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേന് 30,000 രൂപയ്ക്ക് മുകളിൽ പോകുന്നുണ്ട്. ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് നമുക്ക് പുതിയ റാം മേടിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ യുകെയിൽ യൂസ്ഡ് മാർക്കറ്റിൽ അത്യാവശ്യം റാമുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇബേയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റാമുകൾ കിട്ടും. പക്ഷേ ബിഡിംഗ് ഒക്കെ നല്ല രീതിയിലുണ്ട്. ഈ ഒരു റാമാണ് ഞാനിപ്പോൾ ഇബേയിൽ നിന്ന് വാങ്ങിയത്. ഇപ്പോൾ ഇത് കിങ്സ്റ്റണിൻ്റെ റാമാണ് 3600 മെഗാഹെർട്സ് 32 ജിബി CL16 ആണ് ഈ റാം. അപ്പോൾ ഇതുപോലെ ഞാൻ കുറേ റാമുകൾ നോക്കിയായിരുന്നു. അപ്പോൾ എല്ലാം കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം നല്ല ബിഡിംഗ് ഉണ്ട്. അപ്പോൾ ഇതിന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏകദേശം 50 പൗണ്ടിൽ തുടങ്ങിയാണ്. ഏകദേശം 5000 രൂപ അടുപ്പിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 10,000, 12,000 രൂപ അടുപ്പിച്ചാണ് ഇത് എൻഡ് ചെയ്തത്. അപ്പം ഈ റാമിൻ്റെ പോലെ തന്നെയാണ് ജിപിയുവിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും. ഏകദേശം എൻ്റെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ RX 6700 XT എന്ന് പറഞ്ഞ കാർഡാണ് 12 GB. അത് ഞാൻ 2023 വാങ്ങിക്കുമ്പോൾ ഏകദേശം 345 പൗണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്ത്യൻ മണി 40,000 രൂപ. ഇന്നത്തെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 800 പൗണ്ട്സ് ആണ്. ഏകദേശം 80,000, 90,000 രൂപ അടുപ്പിച്ച് വരും. അപ്പോൾ ജിപിയു, റാം പോലുള്ള എല്ലാ കമ്പോണൻസും ഈ AI വരുന്നതോട് കൂടിയിട്ട് നല്ല രീതിയിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനായിട്ട് ഈ റാമും ജിപിയും ഒക്കെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രൈസ് കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു 2027 28 ഇതിൻ്റെയൊന്നും പ്രൈസിന് താഴോട്ട് വരത്തില്ല. അത് കൂടി പോകത്തേ ഉള്ളൂ. വെയിറ്റ് ചെയ്തിരുന്നാൽ ഈ ഒരു സാധനങ്ങൾക്കൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് കണ്ടുപിടിച്ചോളുക. പിന്നെ സെക്കൻഡ് ഹാൻഡ് പുതിയത് വാങ്ങിക്കാൻ അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവർ യൂസ്ഡ് സാധനങ്ങൾ ഇബേയിൽ നിന്ന് എടുക്കുക. ട്രസ്റ്റഡ് സെല്ലർ നോക്കി എടുക്കുക. ഇല്ലെങ്കിൽ പണി കിട്ടും. സ്കാമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പണി കിട്ടും. നല്ല സാധനങ്ങൾ നോക്കിയെടുക്കുക.